ഹായ് കൂട്ടുകാരെ, ഹീറോ 25R എക്സ്ട്രീം ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ റിവ്യൂ ഇടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിന് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അതായത് കണ്ടോ, സ്പ്രിൻ്റ് EBT. ഇതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം എന്താണ് സ്പ്രിൻ്റ് EBT? അതുപോലെ 25R ഇതെന്താണ്? ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ നമ്മൾ തുടർന്ന് ഇടുന്നതായിരിക്കും. ഇതുണ്ടോ, വണ്ടി ഷാർപ്പാണ് കേട്ടോ. ഈ വണ്ടി വളരെ ഷാർപ്പാണ്. ആണോ, ഏത് ഭാഗം എടുത്തു നോക്കിയാലും നല്ല ഷാർപ്പായിട്ടാണ്. ഓരോ എൻഡുകളും ഷാർപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിൻ്റെ ഒരു ലുക്കും, അല്ലെങ്കിൽ ഒരു കുതിരയുടെ ലുക്ക്, പറന്നു വന്നൊരു കുതിരയുടെ ലുക്കും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു കാണാൻ ലുക്കുള്ളൊരു വണ്ടിയാണ്. അതുപോലെ പിക്കപ്പും പുള്ളിങ്ങും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇത് ഞാൻ എടുത്ത സ്ഥിതിക്ക് ഞാൻ ഇതിനെക്കുറിച്ച് ഇടുകയാണ്. ഇതിൻ്റെ ബാക്ക് നോക്കൂ, ഇത് കണ്ടോ. എല്ലാം ഏത് ഭാഗം നിങ്ങൾ നോക്കിയാലും ഓരോ പോയിൻറ്റും ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലും ആ ഭാഗങ്ങളിൽ മൊനയോട് കൂടി ഷാർപ്പായിട്ടാണ് എല്ലാ പോയിൻറ്റും. കണ്ടോ, ഈ കിക്കർ നല്ല അത്യാവശ്യം വലിപ്പമുള്ള കിക്കറാണ് കേട്ടോ. കാലകറ്റിയും പൊക്കിയും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. നല്ല നീളമുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഗിയർ പോലെ നല്ല വലിപ്പമുള്ള കിക്കറാണ്. എൻജിൻ കവറുണ്ട്, സൈലൻസറിൻ്റെ പുറത്ത് ഫ്രണ്ടിൽ കവറുണ്ട്, രണ്ടിടത്തുമുണ്ട്. എൻജിൻ്റെ ഫ്രണ്ടിലും കവറുണ്ട്. നല്ലൊരു ഡിസൈനാണ്. അത് ABS നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപകടമൊന്നും ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നവർക്കും വേണ്ട ഉണ്ടാവും എന്നുള്ളത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. ഇതിൽ പാർക്ക് ലൈറ്റ് ഇതാണ് ഈ കാണുന്നത്, മുന്നിൽ കാണുന്ന രണ്ടെണ്ണം പാർക്ക് ലൈറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നത് ഹെഡ് ലൈറ്റുമാണ്. അപ്പോൾ ചാവി ഓണാക്കുമ്പോൾ പാർക്ക് ലൈറ്റ് കത്തും, പിന്നീട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെഡ് ലൈറ്റും കത്തും. ഡിമ്മും ബ്രൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ മീറ്റർ ബോർഡൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ചുകൾ പ്ലാസ്റ്റിക്കാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള നല്ല സ്വിച്ചാണ്, പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നു. ഇതിൻ്റെ പുതിയ റിവ്യൂ നമ്മളിടും. ഇതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ നമ്മുടെ സൈഡ് മിറർ പോലും ഷാർപ്പാണ് അതിൻ്റെ എൻഡുകൾ. ഈ കൊടുത്തിരിക്കുന്നതാണ് ഓൺ ഓഫ് സ്വിച്ച്. അതായത് വണ്ടി ചാവി ഓണാക്കിയാലും നമുക്ക് സ്വിച്ചുണ്ട്. ആ സ്വിച്ചിനകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, ഒപ്പം നമുക്ക് വണ്ടി ഓഫ് ചെയ്യാനും സാധിക്കും. ഇത് ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടി പൊതുവേ നല്ലൊരു ലുക്കാണ്. വലിയ വാഹനം പോലെ തന്നെ ഹസാർഡ് ലൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹസാർഡ് ലൈറ്റാണ്, അതിൻ്റെ സ്വിച്ചാണിത്. ഇത് ഹോണിൻ്റെ സ്വിച്ച്. പ്ലാസ്റ്റിക്കാണ് സ്വിച്ച്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഹാൻഡിൽ സ്ട്രൈറ്റ് ആണ് കേട്ടോ. ഹാൻഡിൽ നല്ല സ്ട്രൈറ്റ് ആണ്, നല്ല നീളവും സ്ട്രൈറ്റും ഉള്ള ഹാൻഡാണ്. വളഞ്ഞല്ല ഇരിക്കുന്നത്, സ്ട്രൈറ്റ് ഹാൻഡിലാണ്. നല്ലൊരു ലുക്കാണ്. കുതിര ഇരുന്ന് കഴിഞ്ഞൊരു കുതിരയുടെ ലുക്കും, എന്നാലൊരു പ്ലെയിൻ്റെ ഷേപ്പും ഒക്കെ ആയിട്ട്. അതിൽ ഇത് ആ ടാങ്ക് ഉണ്ട്, നമ്മുടെ കാലുകൾ അവിടെ ഉടക്കിയിരിക്കത്തക്ക രീതിയിൽ അത് ചരിഞ്ഞാലും ഒന്നും നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മളെ വണ്ടിയോടൊപ്പം ഒരു ബാലൻസ്ഡ് ആവും. ടാങ്കിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഒരു അടപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ചാവി ഊരിക്കഴിഞ്ഞാൽ അടയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സിസ്റ്റം. ടാങ്കൊക്കെ വലിയ വലിപ്പമുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ടാങ്കിനൊക്കെ നല്ല വലിപ്പമുണ്ട്. ഇതുണ്ട്, ഈ കുരിശ് പോലെയാണ് ഇതിൻ്റെ എക്സ്ട്രീമിൻ്റെ എക്സ് എഴുതിയേക്കുന്നത്. നമ്മൾ നോക്കിയ ഒരു കുരിശ് പോലെ ഉണ്ടാവും. ചിലർക്കത് ഇഷ്ടപ്പെടാം, കുരിശ് അടയാളമൊക്കെ. ബാക്ക് സീറ്റ് ഉയർന്ന സീറ്റാണ്. അത് നല്ല രസമാണ്. സെപ്പറേറ്റ് സീറ്റാണ്, എന്നാൽ സിംഗിൾ സീറ്റും ഉണ്ട്. സിംഗിൾ സീറ്റിനായിട്ട് കുറേ കൂടെ നല്ലത് എനിക്ക് സെപ്പറേറ്റ് സീറ്റാണ്, കാരണം ബാക്കിലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഈ ചെറുതാങ്ങിയൊക്കെ വളരെ സ്ട്രോങ് ആണ്. എൻ്റെ ആ പൈപ്പൊക്കെ നല്ല സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സാരി ഗാർഡ്, പ്ലാസ്റ്റിക്കിൻ്റെ സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ചെയിൻ കവർ കൊടുത്തിട്ടുണ്ട്. അത് തുരുമ്പെടുക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ സാരി ഗാർഡ് ഉണ്ടോ, സാരി ഗാർഡ് ഇവിടെ ചവിട്ടിയിരിക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. ചവിട്ടി പ്രത്യേകം പറഞ്ഞ് ഞാൻ ഇപ്പോൾ വെച്ചതാണ്. 2 പാർക്ക് ലൈറ്റ്. അതുപോലെ ഇതെല്ലാം ഷാർപ്പാണ്. ഈ പറഞ്ഞത് ഈ LED ഈ ലൈറ്റുകളും ഒപ്പം അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഷാർപ്പ്, അതൊക്കെ ഷാർപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും വല്ല റൗണ്ട് ഷേപ്പിലുള്ളതല്ല. ഫ്രണ്ടിൽ ക്രാഷ് കാർഡ് അതൊക്കെ ഇതിൻ്റെ കൂടുതലാണ്. ഒരു ഹോണേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിനകത്ത്. എൻജിൻ്റെ പുറത്ത് അവരുടെ ആ ഒരു പേര് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂളിംഗ് എൻജിനാണ്, പെട്ടെന്ന് കൂളാവും. എൻജിൻ പെട്ടെന്ന് ഹീറ്റായാലും അത് പെട്ടെന്ന് അങ്ങ് കൂളാവും. ആ സിസ്റ്റമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചെയിൻ കവറൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ പുറകെ ഇടും. ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളുണ്ടാവുമല്ലോ. ഇതിലൊന്ന് 2 പ്രശ്നങ്ങൾ എനിക്ക് അനുഭവമുണ്ട്, പക്ഷേ അത് നെഗറ്റീവ് ആണോ ഇല്ലെന്ന് സർവീസിന് പോകുമ്പോൾ അറിയാം. ഇതിൻ്റെ ചാവി കണ്ടോ, നല്ല അത്യാവശ്യം നീളമുള്ളതും എന്നാൽ നമുക്ക് തിരിക്കാൻ സൗകര്യത്തോടു കൂടി ആയാസമില്ലാതിരിക്കാൻ പറ്റുന്ന രീതിയിലും നിർമ്മിച്ച സ്ട്രോങ് ചാവിയാണ്. ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ എന്ന് ഞാൻ പറഞ്ഞു. അത് ഓണാക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ഇതിലത് കേൾപ്പിക്കുന്നില്ല, മോട്ടോർ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ABSൻ്റെയും എൻജിൻ്റെയും
ന്യൂട്രലിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും ആണ്. 0 എന്ന് എഴുതിയേക്കുന്നില്ല അവിടെ. ഇപ്പം നമ്മൾ ഗിയർ മാറുമ്പം ഓരോ അക്കങ്ങൾ അവിടെ കാണും. 1 ഇപ്പോൾ കാണിച്ചിരുന്നത് ഫസ്റ്റ് ഗിയർ താഴോട്ടാണ്, അത് കഴിഞ്ഞ് ന്യൂട്രൽ, പിന്നെ സെക്കൻഡ് മേലോട്ട്. അതുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് വീണ്ടും 1ലേക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേയിൽ 1, 2, 3 എന്നിങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. മുകളിലോട്ടാണ് ബാക്കിയുള്ള ഗിയർ. ഫസ്റ്റ് ഗിയർ താഴോട്ടെ, ന്യൂട്രൽ, പിന്നെ മറ്റുള്ള ഗിയറുകൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഗിയർ ഒന്ന് ഇടാൻ ചെറിയ പ്രയാസം എന്തായാലും ഉണ്ടാവുമല്ലോ. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്യൂലാണ്. 2 കട്ട കൊടുത്തിരിക്കുന്നത്. ഒരു കട്ടയിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. റിസർവ് മെയിൻ ഒന്നിനകത്തില്ല. പിന്നെ അതുപോലെ ഫോൺ വന്നു കഴിഞ്ഞാൽ അത് എഴുതി കാണിക്കും. ആ ഒരു സംവിധാനമൊക്കെ ഈ ഡിസ്പ്ലേയിലുണ്ട്. നമ്മുടെ ഫോണിൽ പേര് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ വന്നു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേര് എഴുതി കാണിക്കും. അത്യാവശ്യം നമുക്കൊരു കാറിൻ്റെ ഒരു മീറ്റർ പോലെ നമുക്ക് തോന്നിക്കും കേട്ടോ. അതാ ഇൻഡിക്കേറ്റർ കണ്ടോ, നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അത് കത്തുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വണ്ടിയുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് നമ്മളെ വാഹനം എടുത്തുകൊണ്ട് പറയണം കേട്ടോ. അത് നല്ല പരസ്യമൊന്നുമല്ല. അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പൊതുവേ ഒരു ഭംഗിയുള്ള രസമുള്ള സ്റ്റൈലുള്ള ആര് കണ്ടാലും നമ്മൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ ഈ പിള്ളേരായാലും ശരി, അല്ലെങ്കിൽ മുതിർന്നവരായാലും ശരി, ഒരു ജോലി നിർത്തിയിട്ടാണ് വണ്ടിയിലോട്ട് നോക്കണത്. ഒരു കാണാനൊരു ലുക്കാണ് കേട്ടോ മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച്. എൻ്റെ നോട്ടത്തിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. പാർക്ക് ലൈറ്റൊക്കെ കത്തുമ്പോൾ നല്ല രസമാണ്. വലിയ കൂടിയ വണ്ടികളുടെ കാറിൻ്റെ ഒക്കെ ലൈറ്റ് കത്തുന്ന പോലെ. ഇതൊക്കെ ഈ LED ബൾബുകളാണല്ലോ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബ്രേക്ക് ലൈറ്റ് എത്തുന്ന വേണം നോക്കിക്കോളൂ. ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും ഒരിടത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കും ബ്രേക്കും കൂടി. അതുപോലെ സൈഡിൽ കൊടുത്ത് 2 കൊമ്പ് പോലെ പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 പാർക്ക് ലൈറ്റ്, 2 ഇൻഡിക്കേറ്റർ. ഹസാർഡ് ഞാൻ ഇട്ടിരിക്കുകയാണ്. രണ്ടും ഒരുപോലെ 2 ലൈറ്റും കത്തും. ഹസാർഡ് ഇൻഡിക്കേറ്ററാണ്. പാർക്ക് ലൈറ്റ് ഒപ്പം കത്തുന്ന കേട്ടോ. ഇത് കണ്ടോ, 2 പാർക്ക് ലൈറ്റ്. ഹെഡ് ലൈറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കത്തുകയുള്ളൂ. പിന്നെ ഡിമും ബ്രൈറ്റും അതുപോലെ പാസിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. പാസ് ചെയ്യാനുള്ള സ്വിച്ചുകളൊക്കെ ഉണ്ട്. അത് വണ്ടി ഓട്ടത്തിൽ പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെഡ്ലൈറ്റാണ് സ്വിച്ച് ഇട്ടാണ്. ഹെഡ്ലൈറ്റ് കത്തിയിരിക്കുന്നതാണ്. ഹെഡ്ലൈറ്റ് 2 ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടോട്ടലി 4 ലൈറ്റ്. ഓട്ടത്തിൽ ഓടി വരുമ്പോൾ ഈ 4 ലൈറ്റും കൂടെ കത്തി നിൽക്കാൻ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് പ്രത്യേകം ആൾക്കാർ ശ്രദ്ധിക്കും കേട്ടോ. പാർക്ക് ലൈറ്റും ഹെഡ്ലൈറ്റും കൂടെ. വണ്ടി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഹെഡ്ലൈറ്റിൻ്റെ പാസൻ സ്വിച്ച് ഇത് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന് മുമ്പേ പറഞ്ഞ കാര്യം, ഇടാമെന്ന് പറഞ്ഞ കാര്യം അടുത്ത വീഡിയോയിൽ. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ചില വശങ്ങളുണ്ട്, അതും അടുത്ത വീഡിയോ.